അയൽക്കാരൊക്കെ വിളിച്ച് സംസാരിച്ചു നോക്കിയാലോ? എവിടെയല്ലേ, അതിലുണ്ടാവും കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എന്ന് കരുതി ഉണ്ടാതെ കണ്ട നമുക്ക് ചിലരൊക്കെ ഒന്ന് കണ്ടുനോക്കാം. ഒറ്റപ്പെടുത്തിട്ടോ, നോക്കി ഇറങ്ങിക്കോളെ. പിന്നെ ഹലോ, ആ മാറ്റിയോ? ആ എന്നാ അതെ വരുന്നേ. മജിയെ, ഞാൻ വല്യമ്മാനെ അമ്മായിന്റെ വീട്ടിൽ നിന്നാക്കി കൊടുത്തിട്ട് വരാം. ഇന്ന് ഞാൻ പോയിട്ട് വരാം. ഇന്ന് കാണൂല, നമുക്ക് നാളെ കാണാം. ഞങ്ങളാരും പോരണോ? വേണ്ട വേണ്ട, സ്വന്തം പെറ്റ തള്ള നാട്ടി പുറത്താക്കിയിട്ട് സമുദായത്തിന് സംഘടന നടത്താൻ നടക്കുക അമ്മോന്. എന്നാ ശരി കേട്ടോ, ശരി. നമുക്ക് നാളെ കാണാം. ഈ വഴിക്കൊരു ഓട്ടോറിക്ഷയും കാണാനില്ല. ഇനി ഇങ്ങനെ നോക്കണ്ടമ്മ, നിങ്ങൾ കണ്ട സ്നേഹവും ഓർക്കില്ല. ഹലോ കബീർ. സുരേഷ്, എന്തൊക്കെ വിശേഷം? നല്ല വിശേഷം. എങ്ങോട്ടാ? ഞാനും ഉമ്മാനെ തിരുവനന്തപുരം കൊണ്ടാക്കണം. ഞാനാ വഴിക്കാ, കേറിക്കോളൂ. ഇല്ല, ഞാനും ഉമ്മയുണ്ട്. ഞങ്ങൾ അതിനെന്താ, കേറൂ. അല്ല നീ കേറടാ. അല്ല, സുരേഷ് തിരക്കിലായിരിക്കും. അതൊന്നും കുഴപ്പമില്ല, കേറൂ. അവിടെ ഇരുന്നോളി, അവിടെ ഇരുന്നോളി. ആ കുറച്ച് നീക്കണി. എന്താ പ്രത്യേകിച്ച്? ഒന്നുമില്ല, ഞാനേ വല്യമ്മൻ അമ്മാന്റെ വീട്ടിൽ നിന്നാക്കി കൊടുക്കണം. ഓ അത് ശരി. എന്തൊക്കെയുണ്ട് വല്യമ്മ വിശേഷം? കബീർ, എന്തൊക്കെയാ നിന്റെ വിശേഷങ്ങള്? എത്ര നാളായി കണ്ടിട്ട്? നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞോ? ഇല്ലല്ല, കല്യാണം കഴിച്ചില്ല. സുരേഷ് കല്യാണം കഴിച്ചില്ല. ആ, എന്റെ കല്യാണം കഴിഞ്ഞു. മോക്കിപ്പോ 3 വയസ്സ്. അല്ല, എന്താ ഇപ്പൊ ജോലി? ഒരു കമ്പനിയിലെ മാനേജരാ. ഓ ഭാഗ്യവാൻ. ഇപ്പൊ വളരെ ഹാപ്പി അല്ലേ? ഏതായാലും ലൈഫ് സെറ്റിലായി. നീ പറഞ്ഞ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. സുരേഷ് ഒന്ന് സൈഡാക്കി, ഒരു അർജന്റ് കോൾ വരുന്നുണ്ട്. ഹലോ ഹലോ. ആ അമ്മയ്യ, ആ എന്തേ? ഞങ്ങളായിട്ട് വരികയാണേ. അതിന് ഞാനിവിടെ ഇല്ല കബീറേ, ഞാൻ മോളെ വീട്ടിൽ പോയതാ. ഞാൻ നാളെ വരുള്ളൂ കേട്ടോ. ഞങ്ങളുടെ എത്താനായ അമ്മയെ? പെരിലാരുമില്ല? ഇല്ല, അവിടെ അളിയാക്കയും ഇല്ല. വല്യമ്മണ്ടിന്റെ പേ? ആ എനിക്ക് മനസ്സിലായി. ഈ ഉമ്മാനെ കാക്കാനെടുത്ത് നാക്കി കൊടുത്തതാ. എന്താ അമ്മ എങ്ങളീ പറയണേ? ആ കബീറേ, റഹീമിന്റെ കല്യാണം ഇപ്പം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഓരോടത്തുനിന്ന് എപ്പോഴും ആൾക്കാർ വരവും പോക്കാണ്. അതിന്റെ ഇടയിൽ ഉമ്മാനങ്ങ് കൊണ്ടുവന്നാൽ ശരിയാവില്ല. ഇതൊക്കെ പടച്ചോ കേക്കുണ്ടാവട്ടോ. എന്താടാ ചെയ്യാ? മരയോളം വീട്ടുകാരൊക്കെ വലിയ തറവാട്ടുകാരാണ്, നിനക്കറിയാലോ. അപ്പൊ ഓരോ മാനക്കേടാ നിങ്ങൾ പറഞ്ഞു തരുന്നേ? അല്ല അമ്മയെ, ഈ തറവാടും പാരമ്പര്യവും സൗകര്യമുള്ള ആളുകൾക്കൊന്നും വല്യമാരുണ്ടാവില്ലേ? ഓർക്കും നടക്കും വയസ്സാവൂലേ? തലമറിന്ന് എന്നെ കരുതിട്ടോ അമ്മയെ? ഈ ഉമ്മാനെ അങ്ങോട്ടൊക്കെ കൊണ്ടേക്കോ, എന്നിട്ട് 2 മാസം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും. നിങ്ങളൊന്നും പറഞ്ഞു. കബീര, എന്താ പ്രശ്നം? ഒന്നുമില്ല. ആ കാക്ക, ഞാൻ കബീറ. എന്താ കബീറെ, അവിടെ എത്തിയോ? ഇല്ലേ, ഞാൻ അമ്മയെ വിളിച്ചു. അപ്പൊ അമ്മയായിട്ട് കൊണ്ടുവരണ്ടെന്നാ പറയണത്. തിരിച്ചങ്ങോട്ടെ കൊണ്ടെല്ലാം. അതൊക്കെ ഓള് പറയും. എവിടെ ആക്കിയിട്ടും പോര്. വരണ്ടെന്ന് പറഞ്ഞതൊക്കെ ഞാൻ എങ്ങനെ പോക്കാം? ഞാൻ പോവില്ല. എന്നൊരു കാര്യം ചെയ്യേ, എവിടൊക്കെ ഞപ്പണ്ട് വിളിക്കട്ടോ. ഇപ്പൊ മനസ്സിലായില്ലേ സുരേഷ്, എന്റെ കുടുംബത്തിന് നെറിയിട്ട സ്വഭാവം. ടേക്ക് ഇറ്റ് ഈസി. സുരേഷ്, നിനക്ക് ലേറ്റാ? അതൊന്നും കുഴപ്പമില്ല. നീ വാ, വണ്ടി കയറ്, പോവാം. ഉമ്മ, നിങ്ങളെന്താ കേക്കുണ്ടോ? എന്താടാ പ്രശ്നം? ഒരു പ്രശ്നമല്ല, നിങ്ങളാർക്കും വേണ്ടാന്ന്. അപ്പോ സുലൈഖാന്റെ അടുത്തേക്ക് തന്നെയല്ലടാ നമ്മള് പോണേ? ആ, നിങ്ങളെ മുന്നാരെ മോള് സുലൈഖ് തന്നെയാ പറഞ്ഞത്. തിരിച്ചോണ്ട് കൊണ്ടില്ല.
പിന്നെ ജമീലാന്റെ അവിടേക്ക് വീട് അവിടെ ആക്കി തന്നാ മതിന്നെ. എളുപ്പാപ്പത് എത്ര ദൂരം പോണ അവിടുന്ന്? ഹലോ, ഈ ഒരു കാര്യം ചെയ്യുന്നാല് ഞങ്ങളുടെ ജമിലാനോട് പോയിക്കോ. ആ ഉമ്മാനങ്ങോട്ട് ആക്കി കൊടുക്ക്. എന്നാ ശരി, ഞാൻ സുരേഷേ, ഞങ്ങൾ അടുത്തോടില്ല ഇറങ്ങിക്കോളാം. അപ്പൊ ഇനി എങ്ങോട്ടാ പോണ്ട്? അത് കുറെ ദൂരെ സുരേഷ്. എങ്ങനെ പോവും? ഞങ്ങള് ബസ്സിൽ എങ്ങനെയൊക്കെ പോയിക്കോളാം. നീ പറഞ്ഞ പോലെ വല്യമ്മനെയും കൊണ്ട് ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയില്ല. വല്യമ്മ ഇപ്പൊ തന്നെ ഒരുപാട് ക്ഷണിച്ചിട്ടുണ്ട്. അതൊന്നും സാരല്ല സുരേഷ്, ഈ ഒരു തിരക്കിലെ ആളല്ലേ. Sir, I have some personal work, so I'll be late a little today office. Okay, thank you, sir. സുരേഷ് ഇവിടെ നിർത്തിയാൽ മതി. Okay, ഒരു മിനിറ്റ് കേട്ടോ, പോരാ. പോയിട്ട് വാ. ഇവിടെ ആരും ഇല്ലേ? അലയാക്ക you are trying to reach is currently switched off. താങ്കൾ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ switched. സുരേഷേ, പോവാ. ആ ഓക്കെ. എന്താടാ, ഓൾ പിന്നെ അങ്ങോട്ട് കയറ്റൂലെന്ന് പറഞ്ഞോ? നിന്റെ കുട്ടി അങ്ങനെയൊന്നും. സുരേഷ് ഈ വിട്. അത് വിടൂ. ഇനിയിപ്പോ നമുക്ക് അടുത്ത് കാണുന്ന ഹോട്ടലിൽ വെച്ച് ഒരു ചായ കുടിച്ച് അങ്ങനെ പോവാ. എന്താ അമ്മ, ഒരു ചായ കുടിക്കല്ലേ? ഇതൊന്നും ആർക്കും സ്നേഹമില്ലാത്തതുകൊണ്ടല്ലമ്മ. ഇപ്പൊ എല്ലാരും തിരക്കിലാണ്, അതാണ് പ്രശ്നം. എല്ലാം കീഴടക്കിയെന്ന അഹങ്കാരത്തിൽ ദുർവാശിയോടെയാണ് എല്ലാരും ജീവിതം. അതായത് നിമിഷത്തെ ആസ്വാദകരാക്കാൻ നെട്ടോട്ടോടാണ് എല്ലാ മനുഷ്യരും. അതിനിടയിൽ എവിടെയാ സ്നേഹത്തിന് സ്ഥാനം? സുരേഷേ, ഇവരടുത്തെവിടെ വൃദ്ധസദനം? പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം വേണോ? വേണം. എന്നിട്ട് പ്രമാണിത്വം കാട്ടി നടക്കുന്ന എന്റെ കുടുംബത്തിന്റെ മഹത്വം നാളാൾ അറിയട്ടെ. കബീറേ, ഉമ്മാന്റെ കുട്ടിക്ക് എന്നോട് സ്നേഹമുണ്ടോ? അനക്ക് പറ്റെങ്കിലേ ഇന്നൊന്ന് കൊന്നു. ഈ ബേജാറാകൊന്നും വേണ്ട. മയ്യത്ത് മൂടാനുള്ള തുണിയും കവറടക്കാനുള്ള പൈസയും ഇതിലുണ്ട്. ഇല്ല, ഒരിക്കലും ഞാൻ അനാഥയാക്കി